നാടിനെ നടുക്കിയ എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലയിലും പ്രതി ഋതു ജയൻ കുറ്റം സമ്മതിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആർ. കൊല്ലപ്പെട്ടവരുടെ തലയിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പ്രതിയെ കൊലപാതകത്തിന് മുൻപ് കണ്ടിരുന്നുവെന്ന് നാട്ടുകാരനായ മോഹനൻ പറഞ്ഞു. കറക്റ്റ് 7 മണിക്ക് പാലി നടക്കുക വെച്ച് പിന്നെ ഞാൻ കണ്ട് വണ്ടിയൊന്നും മനസ്സിലായില്ല, ഹെൽമെറ്റും ഇല്ല. ആ സമയത്ത് ഇപ്പം നേരെ പോയത് അപ്പം സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. 7:10 ഞാനിവിടെ വരുന്നത്. കൈ സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ ഇല്ല, അവൻ കൈയുമായിട്ട് വിഷ് ചെയ്ത് ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത പോലെ വളരെ കൂളായിട്ട് പോവുകയാണ് ആ സമയത്ത്. അതിനുശേഷമാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വരുമ്പോൾ അറിയണത്. ഇയാള് സ്ഥിരം ഇത്തരം പ്രശ്നക്കാരൻ. പിന്നെ ഒരൊറ്റ ആൾ പരസ്യമായിട്ട് പറയില്ല. ഇപ്പൊ ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ പോലും നൈബേഴ്സുകളൊക്കെ ഉണ്ടെങ്കിലും തന്നെ ഇവനെതിരായിട്ട് പറയില്ല. പേടിയാണ് ഇവനെ. ഞാൻ ഇന്നലെ അത് CI സാറിനോട് പറഞ്ഞു. കാരണം ആ പെറ്റീഷൻ കൊടുത്തിട്ട് ആ പെറ്റീഷൻ മാന്യമായിട്ട് നോക്കായിരുന്നെങ്കിൽ ഇനി ഈ പ്രശ്നം ഇവിടെ സംഭവിക്കില്ലായിരുന്നു. വിഷ്ണു സുരേഷ് അശ്വിൻ ബാലാഴിയും ചേരുന്നുണ്ട്. വിഷ്ണുവും ക്രൂര കൊലപാതകം കുട്ടക്കൊല നടത്തുന്നു. പ്രതി ഒരു ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന വഴിയിൽ ഒരാളെ കാണുന്നു. വളരെ കൂളായി കൈ കാണിച്ചിട്ട് പോകുന്നു. ഈ സമയമൊന്നും ഇയാൾ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ലഹരിയിലുമല്ല. എത്രത്തോളം ഹാർഡ് കോർ ക്രിമിനലാണ് ഈ ഋതു ജയൻ എന്ന കാര്യം വ്യക്തമല്ലേ? അഷ്മി, വളരെ ബ്രൂട്ടൽ മൈൻഡുള്ള ഒരു സൈക്കോപാത്തിനെ പോലെ ഋതു പെരുമാറുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ ചോദ്യം ചെയ്യലിനടക്കം അത്തരത്തിലൊരു മനോഭാവത്തിലായിരുന്നു ഋതു ഉണ്ടായിരുന്നത്. ഈ പോലീസ് പിടികൂടുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ പോലീസിനടുത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം അയാൾ വിശദീകരിക്കുന്നത്. ഇക്കാണുന്നതാണ് ഋതുവിന്റെ വീട്. ഈ വീട്ടിൽ നിന്നാണ് ഋതു വൈകിട്ട് 6 മണിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്നത്. കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കമ്പിയും, ഈ ബൈക്ക് സ്റ്റിക്ക് പോലുള്ള ഒരു കമ്പിയും, അതോടൊപ്പം തന്നെ ആ വാക്കത്തിയുമായിട്ടാണ് ഇറങ്ങിയത്. തൊട്ടപ്പുറത്ത് ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ വീട്ടിലേക്ക് വരികയായിരുന്നു. ഈ ഗേറ്റ് തുറക്കുന്നു. ആദ്യം പുറത്തേക്ക് ഇറങ്ങി വന്നത് വിനീഷയാണ്. വിനീഷയെ ആക്രമിക്കുന്നു. പക്ഷേ അയാൾ തേടിയെത്തിയത് ജിതിനെ തന്നെയായിരുന്നു. പിന്നീട് വിനീഷയെ തടയുന്ന ഘട്ടത്തിൽ വേണുവും അതോടൊപ്പം തന്നെ ഉഷയും ഇത് തടുക്കാനെത്തുന്നു. അവരെ അടിച്ചിടുന്നു. ഏറ്റവും ഒടുവിലാണ് ജിതിനെ കാണുന്നത്. ജിതിനെ അതിക്രൂരമായി ആക്രമിക്കുന്നു. അങ്ങനെ തിരികെ പോകുന്ന ഘട്ടത്തിൽ ജിതിന്റെ ബൈക്ക് ഈ വീടിന് പുറത്തുണ്ടായിരുന്നു. ആ ബൈക്കും എടുത്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. ഒരു 7 മണിയോടുകൂടി പാലിയത്ത് വെച്ച് ഇയാളെ കണ്ടു, ഋതുവിനെ കണ്ടു. ഋതു വളരെ ചിരിച്ച് മുഖത്തോടുകൂടി പോവുകയായിരുന്നു. ഒരു ഭാവഭേദവും ഇല്ലാതെ എന്നാണ് ഇപ്പോൾ നാട്ടുകാരൻ പ്രതികരിച്ചിരിക്കുന്നത്. പോലീസ് അടക്കവും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. മുനമ്പം ഡിവൈഎസ്പി S ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ 17 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇയാൾ ഈ കൃത്യം നടത്തുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. പ്രാഥമികമായ വൈദ്യപരിശോധനയിൽ അത്തരത്തിലൊരു സാന്നിധ്യം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. വിശദമായ ഒരു പരിശോധന കൂടി നടത്തുമെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ ഇയാൾ ഒരു ബ്രൂട്ടൽ മൈൻഡുള്ള അല്ലെങ്കിൽ ബ്രൂട്ടൽ ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്നുള്ളതിൽ പോലീസിനൊരു തർക്കവുമില്ല. പരിസരവാസികളും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇയാൾക്കെതിരെ പരാതി പറയാൻ പോലും പലർക്കും പേടിയാണ്. കാരണം പരാതി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ വീട്ടിലേക്കൊക്കെ ഇയാൾ ഇത്തരത്തിൽ ചെന്ന് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആരും പരാതികൾ കാര്യമായി പറയാതിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകളാണ് ഏറ്റവും അടുത്ത നടപടികൾ. ഫോറൻസിക് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്കെത്തി പരിശോധന നടത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ അങ്കമാലി കൂട്ടക്കൊലപാതകത്തിന് ശേഷം നാടിനെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടക്കൊലപാതകങ്ങളിലൊന്നായി ഈ ചേന്നമംഗലത്തെ ഈ കൊലപാതകം മാറിയിട്ടുണ്ട്. അതിദാരുണമാണ് കാര്യങ്ങൾ. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ നിലയും അതീവ ഗുരുതരമായി തുടരുകയാണ്. ഹാഷ്മി. ഓക്കെ, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ശ്രീകാന്ത്, വിനിഷയുടെ തലയിലുള്ളത് 4 മുറിവുകളാണ്. മുറിവ് 8 സെന്റിമീറ്റർ വരെ നീളത്തിലുള്ളതാണ്. ഉഷയുടെ തലയിലുള്ളത് 3 മുറിവുകളാണ്. അത്യാവശ്യം ആഴത്തിലുള്ള മുറിവുകളാണ്. എല്ലാവർക്കും പരിക്കേറ്റത് കഴുത്തിന് മുകളിലുമാണ്. ശ്രീകാന്ത് അതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അപ്പോൾ വെട്ടിക്കൊല്ലുക അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കൽ എന്ന ലക്ഷ്യത്തിനപ്പുറം കൊല്ലുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ബ്രൂട്ടലായി പെരുമാറി ഋതു ജയൻ അല്ലേ? ഹഷ്മി, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം വിനീഷയുടെ തലയിലുള്ളത് 4 മുറിവുകളാണ്. ഈ മുറിവ് 8 സെന്റിമീറ്റർ വരെ നീളത്തിലുള്ള മുറിവുകളാണുള്ളത്. അതായത് ഒരു ഇരുമ്പ് കമ്പിക്ക് അടിച്ച് മുറിവേൽപ്പിക്കുന്നു എന്നുള്ളത് ഓർക്കണം. ഉഷയുടെ തലയിലുള്ളത് 3 മുറിവുകളാണ്. ഈ പരിക്കേറ്റ മുഴുവൻ പേർക്കും കഴുത്തിന് മുകളിലേക്കാണ് മാരകമായ പരിക്കേറ്റിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇയാളുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം ക്രൂരമായിരുന്നു എന്നുള്ളതാണ്. കൊലപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് പരിക്കേൽപ്പിച്ച് ഭയപ്പെടുത്തുക എന്നതൊന്നും ഇയാളുടെ ഉദ്ദേശമായിരുന്നില്ല. ഇയാൾക്ക് ഏക ഉദ്ദേശമുണ്ടായിരുന്നത് കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൃതദേഹങ്ങൾ എത്തിച്ചേരും. ശേഷം മനസ്സിലാക്കാം ഇതിൽ എത്രത്തോളം
മാരകമായ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാം. എന്തായാലും നമ്മൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഇയാളെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകില്ല. കാരണം അവിടെ അത്യാവശ്യം സീൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കോടതിയിൽ കൊടുത്ത് പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത്. റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കുമ്പോൾ അതിൽ കൂടുതൽ ആഴത്തിൽ ഈ കേസിന്റെ വിശദാംശങ്ങൾ പോലീസ് എഴുതും. ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, കൊല്ലുക മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം. കഴുത്തിന് മുകളിലേക്കാണ് മാരകമായ പരിക്ക് മുഴുവൻ. ഓക്കെ, എസ് ശ്രീകാന്താണ്. അതിനുശേഷം അയാളെ കണ്ട ഒരു നാട്ടുകാരൻ വിവരം പറയുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അയാൾ ചകിതനായിരുന്നില്ല, ഏതെങ്കിലും തരത്തിൽ പതർച്ച ഉണ്ടായവനായിരുന്നില്ല, ബൈക്ക് എടുത്ത് വളരെ കൂളായി കൈ കാണിച്ചൊന്നും സംഭവിക്കാത്ത പോലെ പോയി എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം കോൾഡ് ബ്ലഡഡ് ആണ് ഇയാൾ എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. എന്തായാലും അത് നാടിനെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകമാണ്. പ്രതിക്കുള്ള യഥാവിധിയുള്ള ശിക്ഷ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കും.